Start. Okay. ബ്ലോക്ക് 3-ലെ യൂണിറ്റ് 11-ലെ മൊബിലൈസിംഗ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. നിങ്ങൾക്കറിയാം, നമുക്ക് acquire the necessary knowledge and skills regarding resource mobilization and financial resources management. Equip with detailed knowledge of various types of source and funds available for financing to business organization. Describe the various criteria which are generally used by the lending organization agencies to grant loans to business organizations. അപ്പോൾ ഇതൊക്കെയാണ് ഫണ്ട് വേണം നമുക്ക് ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. Every business organization requires finance. ഫിനാൻസ് ഫോർ ബിസിനസ് ഓപ്പറേഷൻസ് ഇല്ലേ? നമുക്ക് ഏതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലും ഫിനാൻസ് ഇല്ലാതെ നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അതിനെന്ത് വേണം? നമ്മൾ പലതരത്തില് ഫണ്ടുകൾ നമ്മൾ റേസ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കും. ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു പലതരത്തിലുള്ള ഫണ്ട് ഇഷ്യൂസ് വരാം, ഒക്കെ വരുന്ന സമയത്ത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സസ്, നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ഒരു ബിസിനസ് സ്ഥാപിച്ച സമയത്ത് ഫിനാൻസ് ഈസ് റിക്വയർഡ് ബൈ ബിസിനസ് ഫോർ നോട്ട് ഓൺലി to meet their startup related costs but also for meeting the financial needs of day-to-day business operations. Finance is needed to establish a business, to run it, modernize and to expand or diversify. അതായത് നമുക്ക് ഡേ ടു ഡേ കാര്യങ്ങൾ ഓഫീസിലത്തെ ബിസിനസ് പരമായ ഡീൽ ചെയ്യേണ്ടി വരും. പിന്നെ നമുക്ക് പിന്നെ സാലറി കൊടുക്കണം, ബിസിനസ് ഓപ്പറേഷൻസ് നടക്കണമെങ്കിൽ. അപ്പോൾ എല്ലാത്തിനും നമുക്ക് എന്താണ് വേണ്ടത്? പൈസ വേണം. ഇപ്പൊ ലാൻഡ് വേണം, ബിൽഡിങ്സ് വേണം, മെഷീനറീസ് വേണം, ഫർണിച്ചർ വേണം. ഇങ്ങനെയുള്ള ഇതിനൊക്കെ എന്താണ് നമുക്ക് വേണ്ടത്? നമുക്ക് മണിയാണ് മെയിൻ ആയിട്ടുള്ള ഇത്. അപ്പൊ അതിന് ഫസ്റ്റ് വേണ്ടതാണ് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ്. ഫസ്റ്റ് പോയിന്റ് ഫിക്സഡ്. അപ്പൊ ഫിക്സഡ് ക്യാപിറ്റൽ ഇസ് റിക്വയർഡ് ഫോർ ദ പർപ്പസ് ഓഫ് പർച്ചേസിങ് ഫിക്സഡ് അസറ്റ്സ് ലൈക്ക് ലാൻഡ്, ബിൽഡിങ്, പ്ലാന്റ്, മെഷീനറി ഒക്കെയാണ് ഫിക്സഡ് ആയിട്ടുള്ള ക്യാപിറ്റൽ വരുന്നത്. അപ്പോൾ ഫിക്സഡ് ക്യാപിറ്റൽ ഇസ് ഇമ്പോർട്ടൻ്റ് ആണ് ബിസിനസ്സിൽ. അപ്പോൾ യു ഷുഡ് നോട്ട് ദാറ്റ് ദീസ് ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർസ് ലോങ് ടേം ഫിനാൻസിങ്. ഇതിന് നമുക്ക് എന്താ ലോങ് ടേം ഫിനാൻസിങ് ആവശ്യമുള്ളതാണ്. നെക്സ്റ്റ് വരുന്നതാണ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബിസിനസ്സിൽ നീഡ്സ് ഫിനാൻസ് തന്നെ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ എ ബിസിനസ് നോട്ട് ഓൺലി നീഡ്സ് ഫിനാൻസ് ഫോർ ഇറ്റ്സ് ഫിക്സഡ് അസറ്റ് ബട്ട് ഓൾസോ റിക്വയർസ് adequate amount of finance for its working capital requirements. അപ്പോൾ varied nature and size of business finance will be required for day-to-day business operations. ഇപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ മേ ബി നമുക്ക് ആവശ്യം ഉണ്ടായിരിക്കാം. അതിൻ്റെ ഒപ്പം തന്നെയാണ് നമ്മൾ കറണ്ട് അസറ്റ്സിന് വേണ്ടിയിട്ട് എന്താ മീറ്റിംഗ് ഡേ ടു ഡേ എക്സ്പെൻസിനും വേണ്ടിയിട്ടും നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻ്റ് ആണ്. അപ്പോൾ ഏതൊക്കെയാണ് ഫിനാൻസിൻ്റെ സോഴ്സസ് നോക്കാം. സോഴ്സ് ഓഫ് ഫിനാൻസ് നമുക്ക് നോക്കാം. അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സോഴ്സ് ഓഫ് ഫിനാൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് നമുക്ക് വേരിയസ് ടൈപ്സ് ഓഫ് ഫണ്ട്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ബിസിനസ് ഓർഗനൈസേഷന് വേണ്ടിയിട്ട് വേരിയസ് ടൈപ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ദർ ആർ സെവറൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഓർഗനൈസേഷൻ, ഏജൻസീസ്, ബോത്ത് ഗവൺമെന്റ് അല്ല പ്രൈവറ്റ് ആയിട്ടുള്ള ഇതൊക്കെ ഇതിലുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വേണ്ടത് ഫസ്റ്റ് വേണ്ടതാണ് ഓൺ ദ ബേസിസ് ഓഫ് ഡ്യൂറേഷൻ. ഓൺ ദ ബേസിസ് ഓഫ് ഡ്യൂറേഷനിൽ വരുന്നതാണ് നമുക്ക്
ഇപ്പൊ ഷോർട്ട് ടേം സോഴ്സസ് ഉണ്ടാവും, പിന്നെ മീഡിയം ടേം സോഴ്സസ് നമ്മൾ വെക്കും ലോങ് ടേം ആയിട്ട്. അപ്പോൾ ഫസ്റ്റ് വൺ പറഞ്ഞത് ഷോർട്ട് ടേം സോഴ്സസ് ഉണ്ടാവും, മീഡിയം ടേം സോഴ്സസ്, ലോങ് ടേം. ഷോർട്ട് ടേം സോഴ്സസിൽ വരുന്നത് നമുക്കൊരു ഫണ്ട് ആവശ്യം വരികയാണ്. വെൻ ഫണ്ട്സ് ആർ റിക്വയർഡ് ഇൻ ദ ബിസിനസ് ഫോർ എ പീരീഡ് നോട്ട് എക്സീഡിങ് 1 ഇയർ ആർ പ്രിഫേർഡ് ആസ് ഷോർട്ട് ടേം. ഇപ്പോൾ 1 ഇയർ ഒക്കെ ആവശ്യമാണെങ്കിൽ നമ്മൾ ഷോർട്ട് ടേം ആയിട്ട് ഫണ്ട്സ് നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ ദ ഷോർട്ട് ടേം റിക്വയർമെന്റ്സ് ക്യാൻ ബി മീറ്റ് ത്രൂ ദ ഷോർട്ട് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ്. ഇപ്പോൾ ഷോർട്ട് ടേമിന് വേണ്ടിയിട്ട് മാത്രമാണ് നമുക്ക് പൈസയുടെ ഒരു ആവശ്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്രെഡിറ്റ് എടുക്കും, ബാങ്ക്സിൽ നോക്കും, കൊമേഴ്സ്യൽ പേപ്പേഴ്സ് ഉപയോഗിക്കും, ഫാക്ടറിങ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഇപ്പോൾ മിഡ് ടേം സോഴ്സസിനാണ് നമുക്ക് ആവശ്യം. ഇപ്പോൾ ഒരു മിഡ് ടേം എന്ന് പറയുമ്പോൾ ഫണ്ട്സ് റിക്വയർഡ് ഫോർ എ പീരീഡ് ഓഫ് മോർ ദാൻ 1 ഇയർ. 1 ഇയറിനേക്കാളും കൂടുതൽ വരണമെങ്കിൽ നമ്മൾ ഇപ്പോൾ 3 or 5 ഇയേഴ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ കൊമേഴ്സ്യൽ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കും. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവില്ല, പബ്ലിക് ഡെപ്പോസിറ്റ്സ് വാങ്ങിക്കും, ലീസ് ഫിനാൻസിങ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ നമ്മുടെ ഫണ്ട് ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ ലോങ് ടേം ആണെങ്കിൽ നമുക്ക് ഫണ്ട്സ് ആർ റിക്വയർഡ് ഫോർ പീരീഡ് ഓഫ് മോർ ദാൻ 5 ഇയേഴ്സ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 5 ഇയേഴ്സിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ലോങ് ടേം ഫണ്ടുകളാണ് നമ്മൾ, ലോങ് ടേം ആയിട്ടുള്ള ഫണ്ട് റിക്വയർമെന്റ്സിന് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ലോൺ ഫ്രം കൊമേഴ്സ്യൽ ബാങ്ക്സ് എടുക്കും, ലോൺ ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എടുക്കും, ഷെയർസ്, ഡിബെഞ്ചേഴ്സ്, റിട്ടേൺഡ് ഏർണിങ്സിൽ നിന്നൊക്കെ നമ്മൾ പൈസ എടുക്കും. ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ്. ഇപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പിൽ വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ് ദ സോഴ്സ് ഓഫ് ഫണ്ട്സ് മേ ബി കാറ്റഗറൈസ്ഡ് ഓണേഴ്സ് ഫണ്ട്, ബോറോഡ് ഫണ്ട്. ലെറ്റസ് ലേൺ ദം ഡീറ്റെയിൽ. അപ്പോൾ എന്താണ് ഓണേഴ്സ് ഫണ്ട് എന്ന് നമുക്ക് നോക്കാം. ഓണേഴ്സ് ഫണ്ട് refers to funds which are brought by owner into the business. Owners fund may come proprietor, partner, shareholders in the case of company structure. Apart from the capital or fund invested by the owners, these types of fund also includes the profits which are reinvested in the business and generally termed as retained earnings. The following are some of the sources of finance which can be considered under the category of owners fund. Personal source of finance, equity shares, equity capital. ഈ ഓണറുടെ ഷെയറുകളല്ലാതെ അദ്ദേഹത്തിന്റെ ഷെയറുകൾ കൂടാതെ അദ്ദേഹത്തിന്റെ ഫണ്ട് ഇടുന്നതാണ് നമ്മുടെ ഓണേഴ്സ് ഫണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ബോറോഡ് ഫണ്ട്, കടം വാങ്ങിയ നമ്മുടെ ഫണ്ട്. ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങിയതായിരിക്കാം, അല്ലെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കാം, ചിലപ്പോൾ ലോൺസ് ആയിരിക്കാം. ഇതൊക്കെയാണ് നമ്മളുടെ ബോറോഡ് ഫണ്ട് എന്ന് പറയുന്നത്. ഈ ബോറോയിങ് ക്യാൻ ഓൾസോ കൺസിഡേർഡ് ഡെപ്റ്റ്. നമ്മൾ കടമായിട്ട് കണക്കാക്കാം. ക്യാപിറ്റലിന്റെ ഇതിൽ നമ്മൾ എന്താ വെച്ചാൽ റീപേ ചെയ്യേണ്ടതാണ്. പിന്നെ ഇതെങ്ങനെയാ വെച്ചാൽ കൊമേഴ്സ്യൽ ബാങ്ക്സ് എന്നായിരിക്കാം, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡെബഞ്ചേഴ്സ് എന്നായിരിക്കാം, ബോറോയിങ്സ് ഫ്രം ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് എന്നായിരിക്കാം, പബ്ലിക് ഡെപ്പോസിറ്റ്സ് വാങ്ങിക്കാം, ലീസ് ഫിനാൻസിങ് ആയിരിക്കും. എങ്ങനെയാണ് നമ്മൾ ഓൺ ദ ബേസിസ് ഓഫ് സോഴ്സ് ഓഫ് ജനറേഷൻ ഓഫ് ഫണ്ട്സ് നമ്മൾ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യണേന്ന് നോക്കാം. സംടൈംസ് ദ സോഴ്സ് ഓഫ് ദ ഫണ്ട്സ് ആർ കാറ്റഗറൈസ്ഡ് ഓൺ ദ ബേസിസ് whether the funds are being generated from the various source with the organization of the funds are generated from outside the organization through external source. അതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇന്റേണൽ സോഴ്സ് ഓഫ് ഫണ്ട്സ്, ഈക്വിറ്റി. ഇപ്പൊ ഇന്റേണൽ ആയിട്ട് ഫണ്ട്സ് ആർ അറേഞ്ച്ഡ് ജനറേറ്റ് ചെയ്യാം. ചിലപ്പോൾ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇന്റേണൽ സോഴ്സിൽ, ഉദാഹരണമായിട്ട് ഈക്വിറ്റി ഷെയർ ക്യാപിറ്റൽ കൊടുക്കാം, റീറ്റെയിൻഡ് ഏർണിങ്സിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇന്റേണൽ സോഴ്സ് നമ്മൾ ഫണ്ട് ഉണ്ടാവും. എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഫണ്ട്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണത് ലോൺസ് ഫ്രം ബാങ്ക്സ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, പബ്ലിക് ഡെപ്പോസിറ്റ് വാങ്ങിക്കും, ഡിബെഞ്ചേഴ്സ്, ലീസ് ഫിനാൻസിങ്, കൊമേഴ്സ്യൽ പേർപ്പസ്, ട്രേഡ് ക്രെഡിറ്റ്, ഫാക്ടറി. ഇതിലൂടെ വേണമെങ്കിൽ നമ്മൾ എക്സ്റ്റേണൽ ഫണ്ടുകൾ കളക്ട് ചെയ്യും. അതർ സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ angel investors, venture capitalists, crowd funding, ഡിഫേർഡ് ഇൻകം. ഇതിലൂടെ നമ്മൾ വേണമെങ്കിൽ അതർ സോഴ്സ് ഓഫ് ഇൻകം, അതർ സോഴ്സ് ഓഫ് ഫിനാൻസ് നമ്മൾ കളക്ട് ചെയ്യും.
നെക്സ്റ്റ് വരുന്നതാണ് ഡീറ്റെയിൽസ് ഓഫ് വേരിയസ് സോഴ്സ് ഓഫ് ഫിനാൻസ്. നമ്മൾ എങ്ങനെയാണ് വേരിയസ് സോഴ്സസ് നമ്മൾ എങ്ങനെയാണ് ഫിനാൻസ് നമ്മൾ കളക്ട് ചെയ്യണമെന്ന് നോക്കാം. ട്രേഡ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ട്രേഡ് ക്രെഡിറ്റ് ഈസ് വെരി കോമൺ ഫോം ഓഫ് ക്രെഡിറ്റ് വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ദ ബിസിനസ്. ട്രേഡ് ക്രെഡിറ്റ് ഈസ് ദ ക്രെഡിറ്റ് വിച്ച് ഈസ് ജനറലി എക്സ്റ്റെൻഡഡ് ബൈ ദ ട്രേഡർ ഓർ അനദർ ഫോർ വേരിയസ് ഗുഡ്സ്. അതായത് ട്രേഡ് ക്രെഡിറ്റ് ഈസ് ജനറലി യൂസ്ഡ് ആസ് എ ഷോർട്ട് ടേം സോഴ്സ് ഓഫ് ഫണ്ട്. അപ്പോൾ ഷോർട്ട് ടേം ആയിട്ട് കൊടുക്കുന്ന ഒരു ക്രെഡിറ്റ് ആണ്. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ബിസിനസ്സിലൊക്കെ. നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ വേരിയസ് ഗുഡ്സും സാധനങ്ങളൊക്കെ കുറച്ചു കാലത്തേക്ക് ക്രെഡിറ്റിൽ കൊടുക്കുന്നതാണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മളുടെ ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ easy availability of trade credit, particularly those companies, business organization having strong financial positions, may be used continuous source of funds. നമുക്ക് മേ ബി കണ്ടിന്യൂസ് സോഴ്സ് ആയിട്ട് ഫണ്ട്സ് കിട്ടുന്നുണ്ട്. ഗുഡ് എമൗണ്ട് ഓഫ് ക്രെഡിറ്റ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഇൻ കേസ് ഓഫ് ഗുഡ് ക്രെഡിറ്റ് വർത്തിനെസ് ഫോർ ദ ബയർ വിച്ച് ഈസ് നോൺ ടു സെല്ലർ. പിന്നെ ഫ്ലെക്സിബിൾ നേച്ചർ ആണ് ഇതിനുള്ളത്. ഫ്രം സെല്ലർ പോയിന്റ് ഓഫ് വ്യൂ ട്രേഡ് ക്രെഡിറ്റ് മേ കോൺട്രിബ്യൂട്ട് സിഗ്നിഫിക്കൻ്റ്ലി ഇൻ ഇൻക്രീസ് ഓഫ് ദ സെയിൽ ഓഫ് ദ സെല്ലർ. നെക്സ്റ്റ് ഇതിന്റെ അഡ്വാൻറ്റേജ് പറയുന്നത് വെച്ചാൽ ദ മെയിൻ ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് ലിമിറ്റേഷൻ ഓഫ് ട്രേഡ് ക്രെഡിറ്റ് ആസ് സോഴ്സ് ഓഫ് ഫിനാൻസ് ഈസ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് മച്ച് യൂസ്ഫുൾ സോഴ്സ് എന്നാണ് പറയുന്നത്. ദ കോസ്റ്റ് ഓഫ് ട്രേഡ് ക്രെഡിറ്റ് മേ ബി ഹൈ ആവാം. പിന്നെ എ ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ഫണ്ട് ക്യാൻ ബി ജനറേറ്റഡ് ത്രൂ ദിസ് സോഴ്സ് ഓഫ് ഫണ്ട് ആൻഡ് വുഡ് ബി അവൈലബിൾ ഓൺലി ഫോർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. വളരെയധികം ഫണ്ടും കിട്ടില്ല. അത് കുറേ കാലത്തേക്ക് ലിമിറ്റഡ് പീരീഡിന് മാത്രമാണ് നമുക്ക് ഇത് കിട്ടുള്ളൂ. നെക്സ്റ്റ് വേണ്ടത് ഫാക്ടറിങ് ആണ്. ഫാക്ടറിങ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് ഫൈനാൻഷ്യൽ സർവീസസ് ആണ്. ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ഫാക്ടർ വേരിയസ് കൈൻഡ്സ് ഓഫ് സർവീസസ് ലൈക്ക് ഡിസ്കണ്ടിന്യൂ ഓഫ് ബിൽ വിത്തൗട്ട് റിക്കോഴ്സ്. അതായത് ഓൾസോ കളക്ഷൻസ് ആൻഡ് ക്ലയൻസ് ഡെബ്റ്റ്സ് അണ്ടർ ദിസ് മെക്കാനിസം ഫോർ receivables relating to sale of various goods and services are sold to the factor and certain discounting rate. അതായത് കുറച്ച് കാലത്തേക്ക് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഫാക്ടറിന്റെ ഡെപ്റ്റും എമൗണ്ടും ഒക്കെ ഈ കടങ്ങളൊക്കെ കൊടുക്കുകയാണ്. എന്നിട്ട് ദി ഫാക്ടർ ഓൾസോ പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് എനി ബാഡ് ഡെപ്റ്റ്സ്. നമ്മളുടെ പഴയ കടങ്ങൾക്കൊക്കെ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. കുറച്ച് കാലത്തേക്ക് നമ്മളുടെ സർവീസസും ഇതൊക്കെ കൊടുക്കുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് കൊമേഴ്സ്യൽ പേപ്പർ ആണ്. കൊമേഴ്സ്യൽ പേപ്പർ ആർ വെരി ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഫണ്ട്സ് ഷോർട്ട് ടേം പീരീഡ് ഓഫ് മീറ്റ് ദ വേരിയസ് ഷോർട്ട് ടേം ഫിനാൻഷ്യൽ നീഡ്സ് ഓഫ് എ ബിസിനസ്. കൊമേഴ്സ്യൽ പേപ്പേഴ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഫിനാൻഷ്യൽ നീഡ്സിനെ നമുക്ക് കുറച്ച് കാലത്തേക്ക് ഷോർട്ട് ടേമിലേക്ക് വേണമെങ്കിൽ ഫിനാൻഷ്യൽ നീഡ്സിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കൊമേഴ്സ്യൽ പേപ്പേഴ്സ് അൺസെക്യൂർഡ് പ്രൊമിസറി നോട്ട്സസ് ആണ്. റേസ് ഫണ്ട്സ് ഫോർ എ ഷോർട്ട് പീരീഡ് റേഞ്ചിങ് ഫ്രം 90 ഡേയ്സ് ടു ഒരു 90 ദിവസത്തേക്കോ 364 ദിവസത്തേക്ക് വേണമെങ്കിൽ നമുക്ക് ഫണ്ട് റേസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്താണ് യൂസ് ആക്കുന്നത്, കൊമേഴ്സ്യൽ പേപ്പർ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് നമുക്ക് ഡിബഞ്ചേഴ്സ്.
Debentures are also good source of funds, particularly also long-term source of fund. Debentures are the debit instruments which are issued the fixed rate of interest. Debentures holders are considered like creditors of the company as have paid certain amount of the company. It is obligations of the company to repay the amount with interest to certain date, generally referred as maturity date of due date. ഒരു പ്രത്യേക കാലഘട്ടത്തിൽ പീരീഡ് ഓഫ് ടൈം വെച്ചിട്ട് വിത്ത് ഇൻട്രസ്റ്റോട് കൂടിയിട്ട് കമ്പനി നമുക്ക് നമ്മളുടെ നമ്മൾ കൊടുത്ത തുകയും അതിന്റെ ഇൻട്രസ്റ്റും കൂടി തരുന്നതാണ് നമ്മളുടെ ഡിബെഞ്ചേഴ്സ് എന്ന് പറയുന്നത്. അതിലൂടെ നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ മണി നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് ഈക്വിറ്റി ഷെയർസ് ആണ്. ഈക്വിറ്റി ഷെയർസിൽ നമുക്ക് വരുന്നതാണ് equity shares are very important shares generally used to raise long-term capital for the company. The persons holding equity shares are known as equity shareholders and they get ownership in the ഇക്വിറ്റി ഷെയർസിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയർസ് ജനറലി നമുക്ക് ലോങ് ടേമിലേക്ക് കിട്ടുന്നതാണ്. ക്യാപിറ്റലിൻ്റെ ഒപ്പം കമ്പനിയുടെ ഒരു ഷെയർ കിട്ടുന്ന സമയത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ ഒരു ഉടമസ്ഥാവകാശം കിട്ടുകയും നമുക്ക് ദാറ്റ് ദ ക്യാപിറ്റൽ പ്രൊവൈഡഡ് ബൈ ദ ഈക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഓൾസോ നോൺ ആസ് ഓണർഷിപ്പ് ക്യാപിറ്റൽ അങ്ങനെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് ഇനീഷ്യൽ റിട്ടേൺഡ് ഏർണിങ്സ് എന്ന് പറയുന്നത്. Retained earnings are the portion of profit which is not distributed among shareholders and is kept reserved for the purpose of reinvesting in the business generally. Retained earnings എന്ന് പറയുന്നത് പ്രോഫിറ്റിന്റെ As retained earnings is an internal source of financing and hence depends on various factors like age of the company, the net profit of the company, and also dividend policy of that company. നെക്സ്റ്റ് വരുന്നതാണ് നമുക്ക് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് ലാസ്റ്റത്തെ. Though most of the entrepreneurs are seen to look for their own personal funds of finance. So most of the entrepreneurs are seen to look of their own personal funds to uh, finance to business activities, operations. Sometimes they try to look for funds from their friends, relatives, and other family members as well, who might be willing to invest in the business activities. But they do not want to risk of running a business. അപ്പോൾ ബിസിനസിന്റെ റിസ്കുകളൊന്നും എടുക്കാൻ താല്പര്യമില്ലാത്ത ഫ്രണ്ട്സിനോ നമ്മളുടെ റിലേറ്റീവ്സിനോ ഒക്കെ നമ്മൾ ഫണ്ട് വാങ്ങിക്കുന്നതാണ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന്റെ ഇത് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് നമ്മുടെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ ഫൈനാൻസ് ഇതാക്കും. There are various specialized financial institutions which are established by central government, also by state government. For examples like SIDBI, which is established by central government, provide loan and other financial support of small sector business organizations. നിങ്ങൾക്കറിയാം പല തരത്തിലുള്ള ബാങ്കുകളും ബാങ്കേതര സ്ഥാപനങ്ങളും ഒക്കെ നമുക്ക് ഫണ്ട് തരാനായിട്ട് എസ്പെഷ്യലി ബിസിനസ്സിനൊക്കെ ലോണുകൾ തരാനായിട്ടൊക്കെ നിറയെ സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ കൊമേഴ്സ്യൽ ബാങ്ക്സുകളുണ്ട്. കൊമേഴ്സ്യൽ ബാങ്ക്സ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഓവർ ഡ്രാഫ്റ്റ് തരും. ലോൺസ് ഓഫ് ഡിഫറെന്റ് ഡ്യൂറേഷൻ, ഷോർട്ട് ടേം, മിഡ് ടേം, ലോങ് ടേമിലൊക്കെ നമുക്ക് ലോൺ തരും. ക്യാഷ് ക്രെഡിറ്റ് തരും നമുക്ക്.
പിന്നെ എന്താ വെച്ചാൽ ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽസ്, നമ്മളുടെ ബില്ലുകൾ പാസ്സാക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് പൈസ തന്നിട്ട് ഡിസ്കൗണ്ട് ഓഫ് ബിൽ ഉണ്ട്. പിന്നെ ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, ക്രെഡിറ്റ് തരുന്നുണ്ട്. ഇങ്ങനെയെല്ലാം എന്താണ് നമുക്ക് കൊമേഴ്സ്യൽ ബാങ്ക്സുകൾ ഓണ്ടർപ്രണർഷിപ്പിന് ഫിനാൻസിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് ഡെപ്പോസിറ്റ്സ് നമുക്ക് വാങ്ങിക്കാം. വെൻ ദ ബിസിനസ് ഓർഗനൈസേഷൻ ഡയറക്ടറി റേസ് ഡെപ്പോസിറ്റ്സ് ഫ്രം ദ ജനറൽ പബ്ലിക് ഈസ് നോൺ ആസ് പബ്ലിക് ഡെപ്പോസിറ്റ്സ്. In case of public deposits, the firm are supposed to offer a higher interest rate on the public deposit are compared to the interest. അതായത് നല്ല ഇൻട്രസ്റ്റ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ഫണ്ടുകൾ ഡെപ്പോസിറ്റ് ആയിട്ട് മേടിക്കാറുണ്ട്. ചില സ്ഥാപനങ്ങളിലൊക്കെ ഇങ്ങനെ ഫണ്ടൊക്കെ വാങ്ങിയിട്ട് പെട്ടെന്ന് എല്ലാ പബ്ലിക്കും കൂടി ചോദിച്ചു വന്നിട്ടൊക്കെ നമ്മളിങ്ങനെ പെട്ടെന്ന് പ്രശ്നത്തിലാവുന്നതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പിന്നെ ലീസ് ഫിനാൻസിങ് എന്ന് പറഞ്ഞാൽ ലീസ് ഫിനാൻസിങ് ക്യാൻ ബി ജനറലി യൂസ് ഫോർ സച്ച് കൈൻഡ് ഓഫ് അസറ്റ്സ് വിച്ച് ബിക്കംസ് ഒബ്സൊലൈറ്റ് ക്വിക്കലി as lease can be understood as a contract between two parties where one party allows or gives right to use some specific assets to return for a periodic payments that may be referred as lease or rent. ഇപ്പൊ നമ്മൾ ചില വസ്തുക്കൾ, ഇപ്പൊ ലാൻഡ് ആയിരിക്കാം, അവരുടെ ബിൽഡിംഗ് ആയിരിക്കാം, ലീസ് ആയിട്ടൊക്കെ നമുക്ക് തരും. ചിലപ്പോൾ നമുക്ക് റെന്റ് ആയിരിക്കാം, ചിലപ്പോൾ കുറെ കാലഘട്ടത്തേക്കായിട്ട് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആണ്. പിന്നെ നമുക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നായിട്ട് നമുക്ക് തരുന്നതാണ് പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെന്റ് ജനറേഷൻസ് പ്രോഗ്രാം. അപ്പൊ അതിലൂടെ നമുക്ക് മുദ്ര യോജന ലോണുകൾ തരുന്നുണ്ട്. പിന്നെ ശിശു കിഷോർ തരുൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ബിസിനസിന്റെ രീതികൾക്ക് അനുസരിച്ചിട്ടൊക്കെ നമുക്ക് ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ് ഓൺവേർഡ്സ് ആണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഫണ്ട് തരാനായിട്ടും അങ്ങനെ പലതരത്തിൽ നമുക്ക് ഫിനാൻസിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും പലതരം ലോണുകളൊക്കെ നമുക്ക് തരുന്നുണ്ട്.